Hi students. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർജിനൽ കോസ്റ്റിംഗിൽ നിന്നുള്ള പ്രോബ്ലം ഏരിയാസ് ആണ്. സോ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് റെഗുലർ ആയിട്ട് തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കും. തിയറി ക്വസ്റ്റ്യനും അതുപോലെ തന്നെ പ്രോബ്ലം ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. സോ തിയറി ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമുക്ക് ഏകദേശം കുറച്ചുകൂടി ഐഡിയാസ് ഉണ്ടായിരിക്കും. കുറച്ചുകൂടി ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതിൽ നിന്ന് ചോദിക്കാറ്. പക്ഷേ പ്രോബ്ലം ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ടെന്നുള്ളതാണ്. സോ ഈ ഒരു ഏരിയയിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പ്രോപ്പറായിട്ട് ഇക്വേഷൻ പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ പഠിക്കുമ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻസും പഠിക്കണം, അതുപോലെ തന്നെ നമുക്ക് ലോജിക്കലി കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം. സോ നിങ്ങൾക്ക് എന്നും തന്നെ അതൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. ഓക്കെ, സോ ഈ കഴിഞ്ഞ എക്സാമിന് December 2024 നമ്മളോട് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഡിറ്റർമിൻ PV റേഷ്യോ ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 12,000, ആക്ച്വൽ സെയിൽസ് 48,000, മാർജിൻ ഓഫ് സേഫ്റ്റി 8,000. സോ ഇത്രയും ഇൻഫർമേഷൻ തന്നിട്ട് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്? PV റേഷ്യോ കണ്ടുപിടിക്കാൻ. സോ PV റേഷ്യോ കണ്ടുപിടിക്കാനൊക്കെ ഇതിന് മുമ്പ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് തരുന്ന ഇൻഫർമേഷൻസ് വേരി ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കാം. അപ്പം അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കിന് എടുത്തു പറയാനുള്ളൊരു പ്രാധാന്യം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മുടെ എക്സാമിന് നമ്മളോട് നമ്മുടെ പേപ്പർ 2-ൽ നിന്ന്, നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് 2 പാസേജുകൾ ചോദിക്കാറുണ്ട്. ഒരു മജോറിറ്റി സിറ്റുവേഷനിലും അത് 2 പാസേജുകളായിട്ട് തന്നെയാണ് വരാറ്. എങ്കിലും ചിലപ്പോഴൊക്കെ അതിൽ 1 പാസേജും 1 നമുക്കൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുമായിരിക്കും. അപ്പം അതായത് നമുക്ക് കുറേ ഇൻഫർമേഷൻ തരുന്നു, അതിനെ യൂസ് ചെയ്തിട്ട് 5 വാല്യൂസുകൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കുന്നു. അപ്പം റേഷ്യോ അനാലിസിസിൽ നിന്ന് അത്തരത്തിലുള്ള പ്രോബ്ലം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്, മാർജിനൽ കോസ്റ്റിങ്ങിൽ നിന്നും കഴിഞ്ഞു പോയ വർഷങ്ങളിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മളോട് ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് കൃത്യമായിട്ട് പഠിച്ചില്ല എങ്കിൽ നമുക്കപ്പം നഷ്ടമാകുന്നത് 5 ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് വളരെ വിലപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് നന്നായി മനസ്സിലാക്കി പഠിക്കുക. മനസ്സിലാക്കി പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് ഏതായാലും ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ നമുക്കിവിടെ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട്, മാർജിൻ ഓഫ് സേഫ്റ്റി തന്നിട്ടുണ്ട്. സോ പ്രോബ്ലം ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത, നമുക്കിത് പല രീതിയിൽ ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അതേ സൊല്യൂഷനിൽ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ എന്നൊരു നിബന്ധനയുമില്ല. മറ്റ് പല രീതിയിലും നമുക്ക് ചെയ്യാം. എങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ നിങ്ങളിപ്പോൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മറ്റൊരു രീതിയിൽ അത് ചെയ്യാമെന്നായിരിക്കും തോന്നുന്നത്. അത് കംപ്ലീറ്റ്ലി ഫൈൻ ആണ്, നമുക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ പല രീതിയിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ നമുക്കത് കിട്ടണമെങ്കിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ നമുക്ക് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം കിട്ടിയാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്ത് പഠിച്ചിട്ടില്ല എങ്കിൽ. എനിവേ, നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നമുക്ക് എന്തിൻ്റെയൊക്കെ വാല്യൂസാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഫിക്സഡ് കോസ്റ്റ്, സെയിൽസ്, മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, മാർജിൻ ഓഫ് സേഫ്റ്റിക്ക് നമ്മൾ പല ഇക്വേഷൻസ് പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? പ്രോഫിറ്റ് ബൈ PV ആണ് ഒരു ഇക്വേഷൻ. അപ്പം അതിനകത്ത് PV ഉണ്ട് അല്ലേ? അപ്പോൾ ശരിക്കും പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ മാർജിൻ ഓഫ് സേഫ്റ്റി ഉണ്ട്, നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്കിവിടെ പ്രോഫിറ്റ് തന്നിട്ടില്ല. സോ നമുക്കത് അവിടെ സൈഡിൽ വയ്ക്കാം. പിന്നെ നമുക്ക് ചെയ്യാവുന്ന എന്താണ്? മാർജിൻ ഓഫ് സേഫ്റ്റിക്ക് മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. ഇവിടെ നമുക്ക് ആക്ച്വൽ സെയിൽസും തന്നിട്ടുണ്ട്, മാർജിൻ ഓഫ് സേഫ്റ്റിയും തന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കാം? ബ്രേക്ക് ഈവൻ സെയിൽസ് കണ്ടുപിടിക്കാം. ബ്രേക്ക് ഈവൻ സെയിൽസിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ബൈ PV റേഷ്യോ. ഇവിടെ ഫിക്സഡ് കോസ്റ്റും ഉണ്ട്. സോ അങ്ങനെ നമുക്ക് PV റേഷ്യോയിലേക്ക് എത്താം. സോ നമുക്ക് ഫസ്റ്റ് മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ആക്ച്വൽ സെയിൽസ് minus break-even sales. And what about actual sales? 48,000 ആണ് actual sales. And margin of safety 8,000, which is equal to break-even sales. So break-even sales is equal to 48,000 minus 8,000. So നമ്മുടെ break-even sales എത്രയാ? 40,000. So നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ബ്രേക്ക് ഈവൻ സെയിൽസ് നമുക്കറിയാം. ഇനി നമുക്ക് PV റേഷ്യോ കണ്ടുപിടിക്കാം. സോ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ബ്രേക്ക് ഈവൻ സെയിൽസ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ബൈ PV റേഷ്യോ. സോ ബ്രേക്ക് ഈവൻ സെയിൽസ് ഇസ് 40,000, 40,000 ആണ്. ഫിക്സഡ് കോസ്റ്റ് 12,000 ആണ് ബൈ PV റേഷ്യോ. Therefore PV ratio is equal to 12,000
ഡിവൈഡഡ് ബൈ 40,000. നൗ ദേ സീറോസ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 4 ഇൻറ്റു 10 ആണ് 40, 4 ഇൻറ്റു 3 ആണ് 10 എന്ന് പറയുന്നത്, 12 എന്ന് പറയുന്നത്. നൗ നമുക്ക് പി വി റേഷ്യോ നമ്മൾ പെർസെൻറ്റേജിലല്ലേ കാണുന്നത്, സോ നമ്മൾ മൾട്ടിപ്ലൈഡ് ബൈ 100 ഇടണം. സോ ഈ സീറോയും എനിക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് ആൻസർ ആസ് 30%. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? 30% ആണ്. സോ എങ്ങനെ ഇത് ചെയ്യുന്നു എന്നുള്ളതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, അതിൽ നിന്ന് നമുക്ക് പി വി റേഷ്യോയിലേക്ക് എങ്ങനെ എത്താമെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളുടെ ഇക്വേഷൻ നമുക്ക് അറിയാമെങ്കിലേ നമുക്കിത് ചിന്തിച്ചെടുത്ത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. സോ ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നമുക്ക് എങ്ങനെ ആ ഒരു പ്രോബ്ലം ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. സോ പ്രോബ്ലം ഏരിയാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇക്കഴിഞ്ഞ എക്സാമിന് December 2024 ചോദിച്ചതാണ്. ഇതുപോലെ നമ്മൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ ധാരാളം പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണിത്. അപ്പം ഇത്തവണ നമ്മളോട് പി വി റേഷ്യോ ചോദിച്ചു, മേ ബി നെക്സ്റ്റ് ടൈം നമ്മളോട് ബ്രേക്ക് ഈവൻ ആയിരിക്കാം ചോദിക്കുന്നത്, അതല്ലെങ്കിൽ മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാനായിരിക്കാം. സോ പല രീതിയിൽ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈ ഒരു ടോപ്പിക്ക് കൃത്യമായി പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.